കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തെ ലാലേട്ടൻ മറ്റേ നമ്പർ 20 മെഡ്രാസ് മെല്ലിൽ പറയുന്ന പോലെ ഈ പാട്ട് പാടുന്ന പയ്യന്മാരുടെ പുറകെ പെമ്പിള്ളേർ നടക്കുകയും അവരെ ആരാധിക്കുക കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തോന്നല് നമുക്ക് ഈ പരിപാടി അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഡാൻസ് കളിക്കാനൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പം അത് ഒരു നമ്മൾ സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുമല്ലോ. അപ്പൊ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് എനിക്ക് ഒരു ഏരിയ ഇല്ലായിരുന്നു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവാനുള്ള. പഠിക്കാൻ ആവറേജ് അല്ലെങ്കിൽ അബോവ് ആവറേജ്. അപ്പൊ ഈ ക്രീമി ലെവലിൽ നിൽക്കുന്ന മറ്റേ മെറിറ്റിൽ വരുന്ന അല്ലെങ്കിൽ ടോപ്പ് ചെയ്യുന്ന അവർക്കാണ് ലൈം ലൈറ്റ് കിട്ടുന്നത്. പിന്നെ എന്തിന്റെ അകത്തെങ്കിലും ഇപ്പൊ ക്രിക്കറ്റ് ഞാൻ നല്ലപോലെ കളിക്കുമായിരുന്നു. നല്ലപോലെ കളിക്കുമായിരുന്നു വെച്ചാല് മറ്റേ രഞ്ജി ലെവലിലേക്ക് പോകില്ലെന്ന് എനിക്കറിയാം. പിള്ളേരുടെ ഇടയിൽ ഞാൻ ടെന്നീസ് ബോളിലൊക്കെ പന്ത് ബാറ്റിൽ കൊള്ളും. സോ പിന്നെ എന്താണ് ചെയ്യേണ്ടത് സെന്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ വേണ്ടിട്ട് ഞാൻ നല്ലവനാകാൻ തീരുമാനിച്ചു. നല്ലവനാ. അപ്പം എന്താണ് ഞാൻ ഇപ്പം ആ സമയത്തുള്ള അങ്കിളുമാരും ആന്റിമാരെയും കാണുമ്പോഴത്തേക്ക് അവരെ വിഷ് ചെയ്യുക. അപ്പൊ ഇന്നിപ്പം എന്റെ പിള്ളേർ ഉൾപ്പെടെ ബാക്കിയുള്ള നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെ കാണുമ്പോഴത്തേക്ക് ഹലോ അങ്കിൾ, ഗുഡ് മോർണിംഗ് അങ്കിൾ എന്നൊക്കെ പറയാറുണ്ട്. അന്ന് ആ പരിപാടിയൊന്നുമില്ല. ഞാൻ എന്താണ് നമസ്കാരം നമസ്തേ അവിടെ നോർത്തിലായിരുന്നല്ലോ. എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയാല് അവരുടെ അച്ഛനും അമ്മയുടെയും കാലിൽ തൊഴുക. അല്ല അത് നോർത്തിലത് സാധാരണയായിട്ടുള്ള കാര്യമാണ്. ഇവന്മാർ എന്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും അമ്മയുടെ അച്ഛന്റെയും കാല് തൊട്ട് തൊഴും. ഈ സശ്രീകാലെന്നൊക്കെ പറയുന്നതല്ലാണോ? നോർത്തിൽ എപ്പോഴും എൽഡേഴ്സിനെ അങ്ങനെയാണ്. അപ്പം നമ്മുടെ നാട്ടില് കല്യാണം കഴിക്കണം അന്ന് മാത്രമായിരിക്കും പിന്നെ അതൊരു വല്ലാത്ത ചടങ്ങ് കേട്ടോ. ആ റെഡി ആയിട്ടൊക്കെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ കാണുമല്ലോ അരയില് മറ്റേ മിക്കവാറും ഒക്കെ വാടകയ്ക്ക് എടുക്കുന്ന അല്ലേ? അല്ലേ? അതും സ്വർണ്ണം ഒറിജിനൽ അത് മീശമാധവല് കാവ്യമാധവന് മാത്രം 10 പോയിന്റ് നമുക്കില്ല. നമുക്ക് വെറും അരപ്പെട്ട 150 രൂപ 350 രൂപ അത്രേ ഉള്ളൂ. അപ്പൊ ക്ലീൻ ബോയ് ഇമേജ് അതാണ്. അപ്പം ഞാൻ ക്ലീൻ ബോയ് എന്നുള്ളതല്ല, ഞാൻ അത്ര വലിയ ക്ലീൻ ബോയ് ഒന്നും അല്ലായിരുന്നു. ഈ ആൾക്കാര് എന്താണ് പറയാറുണ്ട് ക്ലീൻ, അത് അത്രയൊന്നും ക്ലീൻ ഒന്നും അല്ല ഞാൻ. പക്ഷെ ഈ ഇവരുടെ മുമ്പിൽ ഞാൻ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോയി ഞാൻ. ഓക്കെ, ഇവിടെ കേരളത്തിൽ നിന്നിട്ട് ആരെങ്കിലും കാല് പിടിക്കുകയാണെങ്കിൽ അവർ ചിലപ്പം ചീത്ത വിളിക്കും. അതെ, പക്ഷെ അവിടെ അത് ചെയ്തിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അതായത് എന്റെ ഒരു കൂട്ടുകാരന്റെ ഒരാൾക്ക് പല ഫ്രണ്ട്സ് കാണുമല്ലോ, പലരും വീട്ടിൽ ചെല്ലുമല്ലോ. അതിനകത്ത് കൂട്ടുകാരുടെ അമ്മയച്ഛനും ഒക്കെ ഏറ്റവും ഇഷ്ടം സൈജു കുറുപ്പ് എന്ന് പറഞ്ഞ മനസ്സിലായി. അതായത് കൂട്ടുകാർക്ക് തീരെ ഇഷ്ടമല്ലാത്ത ദാറ്റ് കൂട്ടുകാരൻ, അവനെ പോലെ അവിടെ നമ്മുടെ പാരന്റ്സ് പറഞ്ഞ് ഞങ്ങളെ വെറുപ്പിക്കുന്ന ആ കൂട്ടുകാരൻ. യു ആർ ദാറ്റ് കൂട്ടുകാരൻ അല്ലേ? പഠിക്കാൻ ഇവരൊക്കെ എന്തെങ്കിലും നല്ലതായിരുന്നു പഠിക്കാൻ. അപ്പൊ ഒരിക്കലും എന്നെ പോലെ ആണോന്നും പറയില്ല.